മഹാരാഷ്ട്രയുടെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈയോട് ചേർന്ന് ആധുനികതയുടെയും വികസനത്തിൻ്റെയും പര്യായമായി വളർന്നു നിൽക്കുന്ന നവി മുംബൈ നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് നെരൂൾ. ഈ തിരക്കിട്ട നഗരത്തിൻ്റെ 17-ാം സെക്ടറിലാണ് കേരളീയ വാസ്തുവിദ്യയുടെയും ആചാരങ്ങളുടെയും തനിമയുമായി നെരൂൾ ശ്രീ അയ്യപ്പ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഒരു ആരാധനാലയം എന്നതിലുപരി ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത A926 എന്ന ചാരിറ്റബിൾ സ്ഥാപനമായ നെരൂൾ ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ സാരഥ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം വിശ്വാസികളുടെ ആത്മീയമായ ആവശ്യങ്ങൾക്കൊപ്പം സാംസ്കാരികവും സാമൂഹികവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നവോത്ഥാന കേന്ദ്രം കൂടിയാണ്. തിരക്കിനിടയിൽ ശാന്തത തേടിയെത്തുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് തനി കേരളീയ ക്ഷേത്രങ്ങളുടെ പരിപാവനമായ അനുഭവമാണ്. ഞങ്ങൾ 40-40 കൊല്ലമായിട്ട് ന്യൂ ബോംബെയിൽ താമസിക്കുന്നതിന് ഒന്നകാലം തുടങ്ങി ഞങ്ങൾ ഈ അമ്പലം ചെറുത് ബാലാലയമായിരുന്നപ്പോൾ തുടങ്ങി എല്ലാ കാര്യത്തിനും വന്ന് ഇത്ര ചെറിയൊരു ഇതിന് ഇത്ര വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ റെഗുലർലി നാരായണീയം വായിക്കാനും ഒക്കെ വളരെ റെഗുലർലി വരുന്നവരാണ്. അമ്പലത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നല്ല ഐശ്വര്യമുള്ളൊരു അമ്പലമാണ്. നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാം നേടാൻ കഴിയുന്ന ഒരു അമ്പലമാണ്. വളരെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളിവിടെ വന്നു പോകുന്നതാണ്. ഈ നഗരത്തിൻ്റെ ഒരു ചെറു ശബരിമല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പിറവയ്ക്കും വളർച്ചയ്ക്കും പിന്നിൽ ഒരു കൂട്ടം വിശ്വാസികളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അചഞ്ചലമായ ഭക്തിയുടെയും കഥയുണ്ട്. നെരൂളിലെ ഈ പുണ്യക്ഷേത്രത്തിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട്. 1995 ഡിസംബറിലാണ് ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നത്. ആദ്യമായി ഇവിടെ പ്രതിഷ്ഠിച്ചത് 3 പ്രധാന ശ്രീകോവിലുകളാണ്. ധർമ്മശാസ്താവായ ശ്രീ അയ്യപ്പൻ, വിഘ്നേശ്വരനായ ശ്രീ ഗണപതി, ഉഗ്രമൂർത്തിയായ ദേവി ഭദ്ര എന്നിവർക്ക് വേണ്ടിയായിരുന്നു അവ. 1996 ജൂൺ 19 ഈ 3 ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠാകർമ്മങ്ങൾ തന്ത്രവിധി പ്രകാരം നടന്നു. അന്നു മുതൽ കാലങ്ങളായി പിന്തുടർന്നു വരുന്ന തനത് ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ മുടങ്ങാതെ നടന്നു പോന്നു. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവ് സംഭവിക്കുന്നത് 2007 അന്നത്തെ ദേവപ്രശ്ന വിധികളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം കൂടുതൽ വിപുലീകരിച്ച് നവീകരിക്കുന്നതിന് തീരുമാനമായി. ഇതിൻ്റെ ഫലമായി ശ്രീകൃഷ്ണൻ, വേട്ടയ്ക്കൊരു മകൻ സുബ്രഹ്മണ്യൻ, നാഗദേവതകൾ എന്നിവരെ കൂടി ഉപദേവതകളായി കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശമുണ്ടായി. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ക്ഷേത്രം നവീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. നെരൂളമ്പലം 1995 ഈ നെരൂളമ്പലം ആദ്യമായിട്ട് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. അതിനുശേഷം 2007 അമ്പലം പുതുക്കി പണിയാൻ തീരുമാനിച്ചങ്ങനെ 2007 പണി തുടങ്ങിയിട്ട് 2013 അമ്പലം പുതുക്കി പണി തിന്നുകയാണ് കേരളീയ വാസ്തുശില്പ രീതിയിൽ മുഴുവനായിട്ട് പണിതെടുത്തു. അതിനുശേഷം 2013 പ്രതിഷ്ഠകൾ നടത്തി ഇന്നീ കാണുന്ന രീതിയിൽ അമ്പലമായിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ കുംഭാഭിഷേകം കഴിഞ്ഞ ജൂലൈയിൽ കുംഭാഭിഷേകം കഴിഞ്ഞു. ഇന്നിപ്പോൾ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ തന്നെ എണ്ണപ്പെട്ടൊരു അമ്പലം കേരളീയ വാസ്തുശൈലിയിൽ ഇങ്ങനെ ഈ രീതിയിൽ കെട്ടിയിട്ടുള്ളൊരു അമ്പലങ്ങളോ അധികം ഉണ്ട് തോന്നുന്നില്ല. പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രാൺ പ്രതിഷ്ഠാ കർമ്മം 2013 ജൂലൈ 10 ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. തുടർന്ന് 2013 ജൂലൈ 13 മുതൽ നവീകരിച്ച ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തു. ഈ നവീകരണം നെരൂൾ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. കേരളീയ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ പ്രധാന പ്രതിഷ്ഠയ്ക്കും ഉപദേവതകൾക്കും പ്രത്യേക ശ്രീകോവിലുകൾ സജ്ജീകരിക്കപ്പെട്ടു. നെരൂൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവായ ശ്രീ അയ്യപ്പനാണ്. ശാസ്താവ്, ഹരിഹരപുത്രൻ, മണികണ്ഠൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന അയ്യപ്പൻ ശിവന്റെയും വിഷ്ണുവിൻ്റെ മോഹിനിരൂപത്തിൻ്റെയും പുത്രനായും കണക്കാക്കപ്പെടുന്നു. നെരൂൾ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ ഹൈന്ദവ വിശ്വാസ പശ്ചാത്തലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ഉപദേവതയും പ്രത്യേകമായ പ്രാധാന്യവും ഐതിഹ്യവും വഹിക്കുന്നു. അയ്യപ്പൻ പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകുമ്പോൾ ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകളായ ശ്രീകൃഷ്ണൻ, വേട്ടയ്ക്കൊരു മകൻ, നാഗദേവത എന്നിവരും പടിഞ്ഞാറ് ദിശയിലേക്കാണ് ദർശനം നൽകുന്നത്. നെരൂൾ ക്ഷേത്രത്തിൽ നാഗദേവതകൾക്ക് നാഗത്തറയും സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ 1995 നമ്മൾ പുതിയ അമ്പലം ഇവിടെ പണിത് പ്രതിഷ്ഠ നിത്യപൂജ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഈ കേരള വാസ്തുശാസ്ത്രപ്രകാരം 2013 കേരള വാസ്തുശാസ്ത്രപ്രകാരം പുതിയ അമ്പലം പണിയുകയും
അത് ഈ ഇന്ന് കാണുന്ന വിധത്തിൽ പിത്തള പൊതികളൊക്കെ ചെയ്ത് 2020 നമ്മൾ ചെയ്തു വളരെ ഭംഗിയായി. ഉപദേവതകളിൽ ഉൾപ്പെടുന്നവരാണ് വിഘ്നങ്ങൾ അകറ്റുന്നവനും ജ്ഞാനത്തിൻ്റെ മൂർത്തിയുമായ ശ്രീ ഗണപതി. ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമായ ദേവി ഭദ്ര, യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ദൈവമായ ശ്രീ സുബ്രഹ്മണ്യൻ, ഇവരെല്ലാം കിഴക്ക് ദിശയിലേക്ക് ദർശനം നൽകുന്നു. നെരൂൾ ക്ഷേത്രത്തിലെ ഈ വിവിധ പ്രതിഷ്ഠാസങ്കല്പങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിലെ ശൈവ വൈഷ്ണവ ശാക്തേയധാരകളുടെ സമഗ്രമായൊരു സംഗമത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നെരൂൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാകർമ്മങ്ങൾ തനി കേരളീയ ക്ഷേത്രങ്ങളിലെ പോലെ ചിട്ടയോടെയാണ് നടത്തുന്നത്. പ്രഭാതത്തിൽ 5:30 ക്ഷേത്രം തുറന്ന് നിർമ്മാല്യ ദർശനവും അഭിഷേകവും നടത്തുന്നു. തുടർന്ന് 6:15 ഗണപതി ഹോമം നടക്കും. 7:15 ഉഷപൂജയും ദീപാരാധനയും നടക്കും. ശേഷം 10 മണിക്ക് ഉച്ചപൂജയും ദീപാരാധനയും. 11 മണിക്ക് ക്ഷേത്രം അടയ്ക്കും. വൈകുന്നേരം 5:30 വീണ്ടും തുറക്കുന്ന ക്ഷേത്രത്തിൽ 6:45 ദീപാരാധനയും തുടർന്ന് 8:30 അത്താഴ പൂജയും ദീപാരാധനയും നടക്കും. 9 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നതോടെ അന്നത്തെ പൂജാകർമ്മങ്ങൾക്ക് സമാപനമാകും. ഈ അമ്പലത്തിൻ്റെ എല്ലാ പണികൾക്കും വേണ്ടി മുൻപിൽ ഭാഗത്ത് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് ഈ കാണുന്ന വിധത്തിൽ നവി മുംബൈയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അമ്പലമായി തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ കുംഭാഭിഷേകം ഇവിടെ നടത്തുകയുണ്ടായി. അന്ന് ഒരാഴ്ച നീണ്ടുനിന്ന എല്ലാവിധ കേരള പൂജാവിധികളും ഇവിടെ നടക്കുകയുണ്ടായി. നെരൂൾ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് പിന്നിൽ നെരൂൾ ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ നിസ്വാർത്ഥമായ സേവനവുമുണ്ട്. 1985 സ്ഥാപിതമായ ഈ സമിതി 1988 ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. ജാതി മത വർഗ പ്രാദേശിക ഭേദമില്ലാതെ മനുഷ്യന്റെ ഐക്യം പ്രചരിപ്പിക്കുക എന്നതാണ് സമിതിയുടെ മുഖ്യ ലക്ഷ്യം. ചാരിറ്റബിൾ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ തലങ്ങളിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി സമിതി പ്രവർത്തിച്ചു വരുന്നു. 600-ലധികം ആജീവനാന്ത അംഗങ്ങൾ സമിതിക്കുണ്ട്. എല്ലാ വർഷവും ജനറൽ ബോഡി യോഗത്തിൽ തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ് കാര്യക്ഷമമായ ഭരണം നടത്തുന്നത്. ശ്രീ പി ഉണ്ണികൃഷ്ണൻ ഓണററി ചെയർമാനും ശ്രീ PV ഗോപിനാഥപിള്ള വൈസ് ചെയർമാനും ശ്രീ PM ശ്രീവത്സൻ ജനറൽ സെക്രട്ടറിയും ശ്രീ NK ഗോപിനാഥൻ ട്രഷററുമാണ്. ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ തന്ത്രവിധി പ്രകാരം നിർവഹിക്കുന്നതിന് കേരളത്തിലെ പ്രശസ്തരായ തന്ത്രിമാരുടെയും ശാന്തിക്കാരുടെയും സേവനവും ലഭ്യമാണ്. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാടിനോടും മേൽശാന്തി ബ്രഹ്മശ്രീ വടശ്ശേരി പയ്യളിക്ക ഇല്ലം ശ്രീകാന്ത് നമ്പൂതിരിപ്പാടും കീഴ്ശാന്തി സന്തോഷ് കൃഷ്ണൻ എമ്പ്രാന്തിരിയുമാണ്. ഇവരുടെ സാന്നിധ്യം കേരളീയ തന്ത്രവിധിയുടെയും പൂജാ സമ്പ്രദായത്തിൻ്റെയും തനിമ നെരൂളിൽ നിലനിർത്താൻ സഹായിക്കുന്നു. Everybody says this is a landmark. Even our Minister Ganesh Naik came and said that this is a landmark. No, Ayyappa temple is a landmark for New Bombay. ക്ഷേത്രത്തോട് ചേർന്ന് നെരൂൾ ശ്രീ അയ്യപ്പ സേവാ സമിതി ഒരു സാമൂഹ്യ ക്ഷേമ സമുച്ചയം പരിപാലിക്കുന്നുണ്ട്. ബേസ്മെന്റ് സൗകര്യങ്ങളോട് കൂടിയ ഗ്രൗണ്ട് ഫ്ലോറും 3 നിലകളുമുള്ള ഈ സമുച്ചയം ഒരു ഓഡിറ്റോറിയവും വിവിധോദ്ദേശ ഹാളുകളും ഉൾക്കൊള്ളുന്നു. ഓഡിറ്റോറിയവും മൾട്ടിപർപ്പസ് ഹാളുകളും ആത്മീയ പ്രഭാഷണങ്ങൾ, ഭക്തിഗാനമേളകൾ, സാംസ്കാരിക പരിപാടികൾ, പെർഫോമിംഗ് ആർട്സ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. കൂടാതെ ഈ ഹാളുകൾ പൊതുജനങ്ങൾക്കായി വിവാഹങ്ങൾ, മീറ്റിംഗുകൾ, പിറന്നാൾ പാർട്ടികൾ, മറ്റ് ആത്മീയ പരിപാടികൾ എന്നിവയ്ക്കും ലഭ്യമാണ്. നെരൂൾ ശ്രീ അയ്യപ്പ ക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി ഭക്തജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പൊതുവേദി കൂടിയാണ്. വർഷം മുഴുവൻ നെരൂൾ ക്ഷേത്രത്തിൽ വിവിധതരം ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്നു. ഈ ആഘോഷങ്ങൾ നവി മുംബൈയിലെ മലയാളി സമൂഹത്തിന് ഒരുമിക്കാനും തങ്ങളുടെ പാരമ്പര്യം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും അവസരം നൽകുന്നു. ഓരോ വർഷവും 2 ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിക്കുന്നത്. മലയാള മാസം മിഥുനത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഇത് സാധാരണയായി വരാറുള്ളത്. ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും ഓർമ്മ പുതുക്കലാണ്. ശബരിമല തീർത്ഥാടനത്തിന് സമാനമായി എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ഡിസംബർ അവസാനം വരെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലപൂജ മഹോത്സവം ആഘോഷിക്കുന്നുണ്ട്. ഭക്തരുടെ ജന്മനക്ഷത്രങ്ങൾക്കനുസരിച്ച് വഴിപാടുകളും പ്രത്യേക പൂജകളും ഈ കാലയളവിൽ നടത്തപ്പെടുന്നു. മണ്ഡലപൂജ കാലഘട്ടത്തിൽ തന്നെയാണ് 5 ദിവസത്തെ വാർഷിക ക്ഷേത്ര മഹോത്സവം നടക്കുന്നത്. മലയാള മാസം വൃശ്ചികത്തിലെ അവസാനത്തെ ശനിയാഴ്ചയോടെയാണ് ഇത് സമാപിക്കുന്നത്. നെരൂൾ ടൗൺഷിപ്പിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണിത്.
ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കടുത്ത പക്ഷത്തിലെ 14-ാം രാത്രിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവൻ താണ്ഡവ നൃത്തമാടിയ ഈ രാത്രിയിൽ ഭക്തർ ഉപവാസമനുഷ്ഠിക്കുകയും ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് 10 ദിവസത്തെ ഗണേശ ചതുർത്ഥി ആഘോഷം നടക്കുന്നത്. വിഘ്നേശ്വരന്റെ ജന്മദിനമാണിത്. സൂര്യൻ മകരരാശിയിലേക്ക് മാറുന്നതിനെ സൂചിപ്പിക്കുന്ന മകരസംക്രാന്തി ജനുവരി 14-നോ 15-നോ ആണ് വരിക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാമന്റെ ജന്മദിനമായ രാമനവമി ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷ്ണന്റെ ജന്മദിനമായ ജന്മാഷ്ടമി ആഘോഷിക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ 9 ദിവസങ്ങളിൽ ദേവി ദുർഗയെ ശക്തിരൂപിണിയായി ആരാധിക്കുന്ന നവരാത്രി ആഘോഷിക്കുന്നു. 10-ാം ദിവസം വിജയദശമി അഥവാ ദസറ ആഘോഷിക്കുന്നു. നെരൂൾ ശ്രീ അയ്യപ്പ ക്ഷേത്രം വെറുമൊരു ഇഷ്ടികയും സിമന്റും കൊണ്ട് നിർമ്മിച്ച കെട്ടിടമല്ല, മറിച്ച് മറുനാട്ടിലെ പ്രവാസ ജീവിതത്തിൽ തങ്ങളുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും നെഞ്ചോട് ചേർക്കുന്ന ആയിരക്കണക്കിന് മലയാളികളുടെയും മറ്റ് ഹൈന്ദവ വിശ്വാസങ്ങളുടെയും വിശ്വാസത്തിൻ്റെ വിളക്കുമരമാണ്. ആധുനികതയുടെ വേഗതയിൽ മാഞ്ഞുപോകാത്ത കേരളീയ ക്ഷേത്രാചാരങ്ങളുടെയും വാസ്തുവിദ്യയുടെയും തനിമ ഇവിടെ സമിതിയുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. അയ്യപ്പൻ, ഗണപതി, ഭദ്രകാളി, കൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, ശിവൻ, നാഗദേവതകൾ ഇങ്ങനെ വിവിധ ഈശ്വര ചൈതന്യങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ ഒരുമിച്ച് വാഴുന്നു. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ സമന്വയ ഭാവത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നെരൂൾ ശ്രീ അയ്യപ്പ ക്ഷേത്രം ആത്മീയമായ ആവശ്യങ്ങൾക്കപ്പുറം സാമൂഹ്യക്ഷേമ സമുച്ചയത്തിലൂടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേദിയൊരുക്കുന്നു. ഇത് ഒരു ക്ഷേത്രം എങ്ങനെ സമൂഹത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ്. നവി മുംബൈയുടെ നഗരത്തിരക്കിൽ ശാന്തമായ ഒരിടം തേടുന്നവർക്ക് നെരൂൾ ക്ഷേത്രം ഒരു സ്വർഗീയ അനുഭവം സമ്മാനിക്കുന്നു. ഈ ക്ഷേത്രം ആധുനിക നഗരജീവിതത്തിലും വിശ്വാസത്തിൻ്റെ ശക്തിയും പാരമ്പര്യത്തിൻ്റെ മൂല്യവും കൈവിടാതെ മുന്നോട്ടു പോകാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നെരൂളിലെ ഈ പുണ്യഭൂമി വരും തലമുറകൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു സാംസ്കാരിക പാഠശാലയായി എന്നെന്നും നിലനിൽക്കുമെന്നതിൽ സംശയമില്ല.